PM ശ്രീക്കെതിരെ തമ്മിൽ തല്ല് തുടർന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും. പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് CPI. പി പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും പദ്ധതിയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരാണെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ മറുപടി പറഞ്ഞു. LDF സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം കേന്ദ്രം തടഞ്ഞുവെച്ചിരുന്ന 99.27 കോടി രൂപയുടെ SSK ഫണ്ട് കൈപ്പറ്റി. പുതിയ സർക്കാർ ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. 2024 മാർച്ച് 30 വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് പദ്ധതിയിൽ അംഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകി. 2024-25 അധ്യയന വർഷത്തിനു മുൻപ് ധാരണാപത്രം ഒപ്പിടാമെന്നും കത്തിൽ പറയുന്നു. ജൂലൈയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കമ്മിറ്റി ചേർന്ന് PM ശ്രീ പദ്ധതി നടപ്പാക്കാമെന്നും ധാരണാപത്രം ഒപ്പിടാമെന്നും ശുപാർശ ചെയ്തിരുന്നു. 2025 ഒക്ടോബർ 16 ധാരണാപത്രം ഒപ്പിട്ടുവെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിമാരും CPIയും അറിയാതെയാണ് ധാരണാപത്രം ഒപ്പിട്ടത്. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിന് മാത്രമാണെന്നാണ് ഇടത് സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറയുന്നത്. സംസ്ഥാന താൽപര്യം ബലികഴിച്ച് മുൻ സർക്കാർ ഒപ്പുവെച്ച കരാറിനെ കുറിച്ചാണ് ഇപ്പോൾ വ്യാജ പ്രചരണം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ കാര്യങ്ങളുടെ ജാള്യം മറക്കാനാണ് UDFനെ കുറ്റപ്പെടുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് കാലത്തെ പദ്ധതി വിവാദമായതിനെ തുടർന്ന് ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കണമെന്നാണ് കേന്ദ്രത്തിന് LDF സർക്കാർ കത്ത് നൽകിയത്. അല്ലാതെ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണെന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ഉപസമിതിയെ വെക്കുക മാത്രമാണ് UDF സർക്കാർ ചെയ്തിരിക്കുന്നതെന്നും അടിയന്തര പ്രമേയ നോട്ടീസിനെ എതിർത്ത വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. UDF വെച്ച ഉപസമിതി തീരുമാനം വരും മുൻപ് ഊഹത്തിന്റെ പേരിലാണ് നോട്ടീസ്. അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടാത്ത നടപടികളെ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. അതേസമയം UDF അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. എന്തേ ഒഴുക്കാൻ തയ്യാറാകാത്തത്? അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം അതുവരെ ഉണ്ടായിരുന്ന നിലപാടെല്ലാം മാറി. LDF സർക്കാർ കരാർ ഒപ്പിട്ട് 8 മാസമായി ഇതേവരെ ആ പദ്ധതി നടപ്പായിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാരും സമ്മതിക്കുന്നുണ്ട്. LDF സർക്കാർ കരാർ മരവിപ്പിച്ചു. നിലവിൽ PM ശ്രീ നടപ്പായിട്ടില്ല. ഒപ്പിട്ടാൽ പിന്മാറാൻ അവകാശമില്ലെന്ന വാദം ശരിയല്ല. ധാരണാപത്ര പ്രകാരം ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്തില്ല. സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കാത്തത് തന്നെ പദ്ധതി നടപ്പാക്കാനില്ലെന്നതിന്റെ തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി.